Morning. Morning, ma'am. Morning, ma'am. Good morning, ma'am. Okay, Good നമ്മുടെ morning, കഴിഞ്ഞ ma'am. ക്ലാസ്സില് മെഡിക്കൽ റെക്കോർഡ്സ് എവിടെ വരെ എടുത്തു നിർത്തിയത്? മെഡിക്കൽ ലീഗൽ കേസ് രജിസ്ട്രേഷൻ പറഞ്ഞില്ലേ? അത് കംപ്ലീറ്റ് ആയില്ലേ? ആയി മിസ്സേ. ഓക്കെ, അത് കംപ്ലീറ്റ് ആയി അല്ലേ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. ഈ ഒരു മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ ആർക്കൊക്കെ നമുക്ക് പ്രകാശനം ചെയ്യും, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഈ ഒരു മെഡിക്കൽ റെക്കോർഡുകൾ എങ്ങനെയാണ് വളരെ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ രഹസ്യ സ്വഭാവത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. അതുമായി ബന്ധപ്പെട്ട് അംഗീകരിക്കപ്പെട്ട, അതായത് കൈമാറാനുള്ള അംഗീകാരമുള്ള ആളുകൾ ആരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ കുറച്ച് കണ്ടീഷൻസ് ഇതാണ് ഇനി പറയുന്നത് കേട്ടോ. റിലീസ് ഓഫ് ഇൻഫർമേഷനില് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ രഹസ്യ സ്വഭാവം. The medical records and health information, whether in oral form or written documentation. എങ്ങനെ ആയിക്കോട്ടെ, ഒരു ഹെൽത്ത് ഇൻഫർമേഷൻസ്, ഇപ്പൊ ഒരു മെഡിക്കൽ റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഫർമേഷന്റെ ഭാഗമായിട്ട് അവർ നമ്മളോട് ഓറൽ ഫോമിൽ പറയുന്ന കാര്യങ്ങളാവാം, അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടുള്ള നമ്മുടെ ഡോക്യുമെന്റേഷൻസ് ആവാം. റിലേറ്റിംഗ് ടു എനി ഐഡന്റിഫൈബിൾ പേഷ്യന്റ് is confidential accordingly computer stored data, information obtainable either in the form of medical record, disease and operation indexes, photographs, microfilms, videotapes, audio tapes or other device used for this purpose should be treated as confidential document. അപ്പൊ എപ്പോഴും ഒരു കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ രഹസ്യ സ്വഭാവം. അപ്പൊ ഏതൊരു പേഷ്യന്റിന്റെയും അവര് ഓറലി അവർ പറയുന്ന കാര്യങ്ങളാവാം, അല്ലെങ്കിൽ റിട്ടൺ ഡോക്യുമെന്റ് ആവാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ രഹസ്യ സ്വഭാവത്തോടുകൂടി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിപ്പോ ഒരു കമ്പ്യൂട്ടറിൽ സ്റ്റോർഡ് ആയിട്ടുള്ള ഡേറ്റ ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും, ഒരു മെഡിക്കൽ റെക്കോർഡുകളാണെങ്കിലും, അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട അവരുടെ ഡിസീസ് അല്ലെങ്കിൽ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ എടുത്തു, അല്ലെങ്കിൽ അവരുടെ രോഗത്തിന്റെ കണ്ടീഷൻസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഓപ്പറേഷൻസ് സർജറിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊസീജിയർ അവർക്ക് ചെയ്തു, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ അവര് നടത്തി അവർക്ക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഫോട്ടോഗ്രാഫുകള്, മൈക്രോ ഫിലിംസ്, വീഡിയോ ടേപ്പുകള്, ഓഡിയോ ടേപ്പ്, അല്ലെങ്കിൽ മറ്റ് ഡിവൈസുകൾ മുതലായിട്ടുള്ള രീതിയിൽ ഈ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ ആ ഒരു പേഷ്യൻസിന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അവരുടെ ഫോട്ടോഗ്രാഫ്സുകളുമായി ബന്ധപ്പെട്ടോ ഇങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയായിരിക്കണം ഒരു ഹോസ്പിറ്റല് കീപ്പ് ചെയ്യേണ്ടതായിട്ട്. അല്ലാതെ അത് ചോദിക്കുന്ന ആളുകൾക്കൊന്നും എടുത്ത് നൽകാൻ പാടില്ല. ഇത്രയും രഹസ്യ സ്വഭാവത്തോടു കൂടി അത്രയും സുരക്ഷിതത്തോടു കൂടി നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട അല്ലെങ്കിൽ കീപ്പ് ചെയ്യേണ്ട സാധനങ്ങളാണ്. So the authorized staff are permitted to deal with such information. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നൽകാനായിട്ട് അംഗീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ അംഗീകാരമുള്ള കുറച്ച് ജീവനക്കാരുണ്ട്. The authorized staff അല്ലെങ്കിൽ ഈ അംഗീകാരമുള്ള അല്ലെങ്കിൽ അനുവാദമുള്ള സ്റ്റാഫുകളാണ് those who are looking after the patient. പേഷ്യൻസിനെ നോക്കുന്ന ആളുകൾ, അതായത് നോർമലി ഇൻക്ലൂഡിങ് മെഡിക്കൽ പരമായിട്ടുള്ള ഇപ്പോ ഫിസിഷ്യൻസ്, ഡോക്ടേഴ്സ് മുതലായവർക്ക് കൈമാറാം, നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് കൈമാറാം, അതുപോലെ പാരാമെഡിക്കൽ പേഴ്സണൽസ്, അതുപോലെ തന്നെ സ്റ്റാഫ് ഓഫ് ദ MRD, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാര്, പാരാമെഡിക്കൽ ജീവനക്കാര്, നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫുകള് മുതലായ ആളുകൾക്കാണ് അത് കൈകാര്യം ചെയ്യാനുള്ള അനുവാദം ഉണ്ടാകുക. അവർക്ക് മാത്രമേ നമ്മളിത് കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു ഓതറൈസ്ഡ് സ്റ്റാഫ് ആരൊക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം ഒന്ന് നോട്ട് ചെയ്യണേ. മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ പേഴ്സണൽസ് ആൻഡ് സ്റ്റാഫ് ഓഫ് ദ MRD, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരും മെഡിക്കൽ, നഴ്സിംഗ്, പാരാമെഡിക്കൽ ജീവനക്കാർക്കുമാണ് ഈ അംഗീകാരമുള്ള അല്ലെങ്കിൽ അനുവാദമുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. അവർക്കാണ് നമ്മൾ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പറയുന്ന മെഡിക്കൽ റെക്കോർഡുകൾ രൂപേണയോ അല്ലെങ്കിൽ ഏത് രൂപേണയുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് കൈമാറാൻ പാടുള്ളൂ. There are no release of information.
അതിൽ ആ ഒരു ഓതറൈസ്ഡ് സ്റ്റാഫുകളാണ് കേട്ടോ ചോദിച്ചു കണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നവ, ആരൊക്കെയാണ് ഉൾപ്പെടാത്തവർ ആരൊക്കെയാണ് എന്നുള്ളത് നോക്കണം കേട്ടോ. അടുത്തത് ഈ ഒരു ഇൻഫർമേഷൻ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അവിടെ രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ പറ്റാതെ വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് അല്ലെ. എല്ലാ പേഷ്യൻസിനെയും നമുക്ക് അത് രഹസ്യമാക്കി ചിലപ്പോൾ വെക്കാൻ പറ്റാത്ത കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവും. ആ കണ്ടീഷൻസ് ആണ് ഈ പറയുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തതാണ് എക്സാമ്പിൾ ഇഞ്ചുറീസ്, poisoning, abortions or cases involving accidents, suicide and homicides have to intimate the police or other legal authority. എന്താണ് ഇഞ്ചറി, എന്തെങ്കിലും പരിക്കുകൾ പറ്റിയവര്, അല്ലെങ്കിൽ എന്തെങ്കിലും പോയിസണിങ് വിഷബാധ ഏറ്റവര്, അല്ലെങ്കിൽ അബോർഷൻസ് ഗർഭഛിദ്ര, അതുപോലെ തന്നെ കേസസിന്റെ ആക്സിഡന്റുകളുമായി ബന്ധപ്പെട്ട കേസസ്, സൂയിസൈഡ്സ് ആത്മഹത്യകള്, ഹോമിസൈഡ്സ് കൊലപാതകങ്ങൾ. ഇങ്ങനെയുള്ള കേസസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻ ആവുമ്പോൾ നമുക്ക് ഇത് മൂടി വെക്കാൻ പറ്റുമോ? ഒരു ഹോസ്പിറ്റലില് അവരാരോടും പറയാതെ മൂടി വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് പോലീസിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ലീഗൽ അധികാരികളോടോ ഇൻഫർമേഷൻസ് നൽകേണ്ടതായിട്ട് വന്നേക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു രഹസ്യ സ്വഭാവം കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് അവർക്ക് ഇൻഫർമേഷൻസ് കൊടുക്കണം എന്നുള്ളത് നിയമപരമായിട്ട് അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഇൻഫർമേഷൻ കൊടുത്തേ പറ്റുള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആണോ ഫസ്റ്റ് പോയിന്റ്? രണ്ടാമത്തത് ട്രാൻസ്മിറ്റബിൾ ഡിസീസ്, പകരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ. ഇവിടെ നോക്കി മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു ദ അതോറിറ്റീസ് കൺസേൺ. ഒരു പകർച്ച, ഇപ്പൊ ഒരു കോവിഡ് വന്നു, ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും, ഒരു കോവിഡ് വന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പകർച്ചവ്യാധി വന്നു, അത് ആ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു ആൾക്ക് പോസിറ്റീവായിട്ട് വിചാരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി, അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായി, സ്റ്റാഫുകൾക്ക് ഇന്നൊരു രോഗമാണ് അവർക്ക് വന്നിരിക്കുന്നത്, ഇതൊരു പകർച്ചവ്യാധിയാണ് എന്ന് അറിയുമ്പോൾ അത് അവിടെ രഹസ്യമായിട്ട് വെക്കാൻ പറ്റുമോ? പറ്റുമോ? കാരണം എന്താ? അത് അവിടുത്തെ സമൂഹത്തിന് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന ഒരു കേസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് അവിടുത്തെ ബന്ധപ്പെട്ട ആളുകളെ റിപ്പോർട്ട് ചെയ്യേണ്ട, അധികാരികളെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരാം. മൂന്നാമത്തത് ഇവന്റ്സ്, ബർത്ത്, ഡെത്ത്, fetal death have to be reported to civil registration authorities either directly or through members of the family. അപ്പൊ നമുക്കറിയാം, ഒരു കുട്ടി ജനിച്ചാൽ അല്ലെങ്കിൽ ഒരാൾ മരിച്ചാൽ അല്ലെങ്കിൽ ഒരു ഫീറ്റൽ ഡെത്ത്, ഭ്രൂണഹത്യകൾ അല്ലെങ്കിൽ ഭ്രൂണവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ നടന്നാൽ അങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മൾ ബന്ധപ്പെട്ട സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റികളെ അത് അറിയിക്കണം അല്ലേ. നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ തരാറുണ്ട് അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് അവിടെ അറിയിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം ആ ഒരു ഹോസ്പിറ്റലിൽ നടന്നിട്ടുണ്ട് എങ്കിൽ അവർ ഒന്നല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുകാർ നേരിട്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലെ മെമ്പേഴ്സിലൂടെ ഇത് കൃത്യമായിട്ട് അവിടുത്തെ സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റികളെ അറിയിക്കണം. അപ്പൊ ഒരു മരണം നടന്നാൽ അത് മൂടി വെക്കാൻ അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ വളരെ രഹസ്യമായിട്ടുള്ളതാണ്, ഞങ്ങളത് പുറത്ത് പറയില്ല എന്ന് വെച്ച് പറയാൻ പറ്റില്ല. അപ്പൊ അത് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നാലാമത്തത് കോർട്ട് ഓർഡർ. The hospital also must provide information in response to a court order. ഒരു കോർട്ട് ഓർഡറിന്റെ ഒരു ഉത്തരവിന് മറുപടിയായിട്ട് അവര് ഒരു കോർട്ട് ഓർഡറിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒരു പേഷ്യന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കേസിനെ കുറിച്ചോ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കണ്ടേ? അപ്പൊ ഇത് രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്, ഞങ്ങൾ തരില്ല എന്ന് പറയാൻ പറ്റോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ 4 കണ്ടീഷനുകൾ വരുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് ഈ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ആണ്, കൊടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് അതിൻ്റെതായിട്ടുള്ള കുറച്ച് നിയമവശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ബന്ധപ്പെട്ട ആളുകൾക്ക് ആ ഇൻഫർമേഷൻസ് അവരുടെ സമ്മതമില്ലെങ്കിൽ പോലും കൈമാറേണ്ടതായിട്ട് വരാം. ക്ലിയർ ആണോ? ആ ഒരു 4 കണ്ടീഷൻസ് ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ഇനി മെഡിക്കൽ റെക്കോർഡുകളിലുള്ള കണ്ടന്റ്സ് അല്ലെങ്കിൽ ഉള്ളടക്കങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ. ആദ്യം തന്നെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡേറ്റാസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് നോക്കാം. അതിൽ ഒന്നാമത്തത് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ് എന്നാണ് കേട്ടോ. ഇവിടെ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ് എന്നാണ്. ഇത് മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങളിൽ ഓക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ഒന്ന് തിരുത്തിയേക്കണം കേട്ടോ. അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ് എന്നാണ് ആദ്യത്തേത്. രണ്ടാമത്തത് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തത് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. നാലാമത്തത് കൺസേൺ എന്നാണ് കേട്ടോ. കൺസേൺ ഫോർ റിലീസ് ഓഫ് ഇൻഫർമേഷൻ. കൺസേൺ ഫോർ റിലീസ് ഓഫ് ഇൻഫർമേഷൻ, സ്പെഷ്യൽ കൺസേൺസ്.
ഇതില് അഡ്മിഷൻ ഓഫ് ഡിസ്ചാർജ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നമ്മുടെ ഡേറ്റാസ് കാര്യങ്ങൾ ആ ഒരു അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഡേറ്റാസിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്, അതൊക്കെ നമ്മൾ ഓൾറെഡി ഇനി പറയുന്നുണ്ട്. ഈ അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് മാത്രം നമുക്ക് പറയുന്നില്ല, ബാക്കിയുള്ളവയൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മിസ് ഒരുമിച്ച് പറഞ്ഞുതരാം കേട്ടോ. ഈ അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാല് അത് ഫിസിഷ്യൻ ആണ് ഈ അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. അതായത് ഇത് അവർ ഡിക്ലെയർ ചെയ്യാണ്, അവർ പ്രഖ്യാപിക്കുകയാണ്. അതായത് അവരുടെ ഒരു പേഷ്യന്റിനുള്ള അവരുടെ ഡ്യൂട്ടി അവർ കൃത്യമായിട്ട് പെർഫോം ചെയ്തു, അവർക്ക് നല്ല രീതിയിൽ അവർക്ക് എന്താണ് അവരുടെ ബില്ല് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ മറ്റെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർ ഫുൾഫിൽ ചെയ്തു എന്ന് ആ ഫിസിഷ്യൻ ഡിക്ലെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അവര് എന്ത് ചെയ്യുന്ന ഡിക്ലറേഷൻ നടത്തുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അവർ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കാണ്, ഞാൻ എന്റെ പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ എന്റെ ഡ്യൂട്ടി പെർഫോം ചെയ്തിട്ടുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള ബില്ലുകൾ ഉൾപ്പെടെ, ഡിസ്ചാർജ് ആണെങ്കിൽ അത് ബില്ലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ നിറവേറ്റി നൽകിയിട്ടുണ്ട് എന്ന് ആ ഒരു ഫിസിഷ്യൻ എന്ത് ചെയ്യുന്നു, ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ നടത്തുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ആ ഒരു എന്താണ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഡേറ്റയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ അത് മാത്രം നമ്മൾ രണ്ടാമത് പറയുന്നില്ല, അത് ഇന്നതാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. മൂന്നാമത്തത് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കുറച്ച് വ്യവസ്ഥകളുണ്ട്, അതെന്തൊക്കെയാണ്? അതുപോലെ തന്നെ കൺസേൺ ഫോർ റിലീസ് ഓഫ് ഇൻഫർമേഷൻ റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ പുറത്തുവിടാൻ അവരുടെ സമ്മതം, അതുപോലെ തന്നെ സ്പെഷ്യൽ കൺസേൺ, ചില കാര്യങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള സമ്മതങ്ങൾ വാങ്ങാറുണ്ട്. അതൊക്കെ നമ്മൾ ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് കേട്ടോ. അതിൽ ഒന്നാമത്തത് റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓഫ് ഡിസ്ചാർജ്, അല്ലെ? ആദ്യത്തെ പോയിന്റ് തന്നെയാണ് അത്. അഡ്മിഷൻ ഓഫ് ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ അതിൽ ഉൾപ്പെടുന്നവയാണ് ബേസിക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡേറ്റ. അടിസ്ഥാനപരമായിട്ട് നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഡേറ്റാസ്. ഒരു പേഷ്യന്റ് ഇന്നതാണ് എന്ന് നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമുക്ക് തിരിച്ചറിയണം. അതിനുവേണ്ടി ബേസിക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഡേറ്റകൾ അതിനുള്ളിൽ ഉണ്ടാകും. അതുപോലെ ഫിനാൻഷ്യൽ ഡേറ്റ, അവരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിവരങ്ങൾ ഉൾപ്പെടുന്ന ഡേറ്റാസും അതിൽ ഉൾപ്പെടും. രണ്ടാമത് പറയുന്നത് ഡേറ്റ ആർ കളക്ടഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അഡ്മിഷന്റെ സമയത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റാസ് എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മൂന്നാമത്തത് contains identification sheet. ഒരു ഐഡന്റിഫിക്കേഷൻ ഷീറ്റ്, തിരിച്ചറിയൽ ഷീറ്റ്, അതുപോലെ അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട റെക്കോർഡുകള്, സമ്മറി ഷീറ്റ് അല്ലെങ്കിൽ ഫേസ് ഷീറ്റ്. ഈ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട മൊത്തത്തില് അവരുടെ ഒരു സംഗ്രഹം, അവർക്ക് നമ്മൾ വന്ന സമയത്ത് അവർ എങ്ങനെയായിരുന്നു, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി എങ്ങനെയാണ്, അവർക്ക് എന്തൊക്കെ രോഗങ്ങളാണ് അല്ലെങ്കിൽ ഡിസീസുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കണ്ടീഷൻസ് ആണ് അവർക്കുള്ളത്, അങ്ങനെ മൊത്തത്തിൽ ഒരു ഫേസ് ഷീറ്റ് അല്ലെങ്കിൽ അവരെ കുറിച്ചൊക്കെ ബ്രീഫ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സമ്മറി ഷീറ്റ് വെക്കാറുണ്ട്. ഇതെല്ലാം എന്തിൽ വരുന്ന ഈ ഒരു അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ബേസിക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഡേറ്റാസ് ഉണ്ടാകും, ഫിനാൻഷ്യൽ ഡേറ്റാസ് ഉണ്ടാകും, അതുപോലെ തന്നെ ആ ഒരു അഡ്മിഷന്റെ സമയത്ത് കളക്ട് ചെയ്ത ഡേറ്റാസ് ഉണ്ടാവും, ഐഡന്റിഫിക്കേഷൻ ഷീറ്റ്, നമുക്ക് അവരുടെ കൃത്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ഷീറ്റ് ഉണ്ടാവും, അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട റെക്കോർഡുകള്, സമ്മറി ഷീറ്റ് അല്ലെങ്കിൽ ഫേസ് ഷീറ്റ്. ഇത്രയും അഡ്മിഷൻ ഓർ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ ഷീറ്റ്, അഡ്മിഷൻ റെക്കോർഡും ഉണ്ടാവും, ഡിസ്ചാർജ് റെക്കോർഡ് രണ്ടാണ് കേട്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നവ. അടുത്തത് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. ഇപ്പൊ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അതിലെ കണ്ടീഷൻ, വ്യവസ്ഥകള്, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന അവരുടെ അഡ്മിഷൻ ഷീറ്റ് തരൂലേ, നമുക്ക് ആ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു രജിസ്ട്രേഷൻ ഷീറ്റ് ഒക്കെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുക അല്ലെ. അങ്ങനെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ ബാക്കിൽ കുറെ വ്യവസ്ഥകൾ എഴുതിയിട്ടുണ്ടാവും, വായിക്കാറുണ്ടോ അത്? അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ സൈൻ ചെയ്തൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ, വായിക്കാറുണ്ടോ? അപ്പൊ അവർ കുറെ വ്യവസ്ഥകളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പാലിക്കണം അല്ലെ, അങ്ങനെ ഒരുപാട് വ്യവസ്ഥകളാണ് അവർ അതിൽ പറയുന്നത്. അതാണ് ഇവിടെ അടുത്തത് പറയുന്നത് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. The back of admission or discharge sheet is often used for conditions of admission, that is admission concern. അപ്പൊ അഡ്മിഷന് എനിക്ക് സമ്മതമാണ് എന്ന് നമ്മൾ എഴുതി ഒപ്പിട്ടുള്ളൂ അല്ലെ. അവിടെ അഡ്മിഷന് വേണ്ടി അവിടെ അഡ്മിഷൻ എടുക്കാൻ എനിക്ക് സമ്മതമാണ്, ഞാൻ ഈ പറയുന്ന എല്ലാ വ്യവസ്ഥകളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ ഒരു സമ്മതം കൊടുക്കുന്നത്
പറയുന്നത് ഈ പറയുന്ന വ്യവസ്ഥകളൊക്കെ ഞാൻ പാലിച്ചു കൊള്ളാം എന്നൊരു നിബന്ധന വെച്ചിട്ടാണ് നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നത് അല്ലേ. അപ്പൊ ആ ഒരു അഡ്മിഷന്റെ ഇപ്പൊ ഒരു ഡിസ്ചാർജ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ അതിന്റെ ആ ഒരു ബാക്ക് ഷീറ്റിൽ ഇതുപോലെ കുറെ കണ്ടീഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ വ്യവസ്ഥകൾ ഉണ്ടാവും. എന്താണ് ഇത് നെക്സ്റ്റ് ഹെഡിങ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് ആണ് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹെഡിങ് ആണ് കേട്ടോ. ഓക്കെ, ഈ പോയിന്റുകൾ നമ്മൾ ഓരോന്നും പറയുന്നതാണ് കേട്ടോ. ഈ പോയിന്റുകൾ ഇതിൽ അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കിയെല്ലാം ഓരോ പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, and ensure the patient agrees to receive routine care. ഒരു സാധാരണ അവിടുത്തെ കെയർ അല്ലെങ്കിൽ സാധാരണ പരിചരണ സ്വീകരിക്കാൻ രോഗി സമ്മതിക്കുന്നതായിട്ടാണ് ഇതിലൂടെ നമുക്ക് കൊടുക്കുന്ന ആ ഒരു കൺസേൺ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കൺസേൺ സൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ നൽകുന്ന സാധാരണ പരിചരണം എനിക്ക് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട്, ഇതിനൊക്കെയാണ് എന്നാണ് ഇതിലൂടെ കാണിക്കുന്നത്. എന്നാൽ ഹോസ്പിറ്റൽ cannot guarantee the outcome. അപ്പൊ ഹോസ്പിറ്റൽ പക്ഷെ ഒരിക്കലും അവർ ആ ഒരു ഫലം ഉറപ്പ് തരുന്നില്ല അല്ലെ. 100% നമുക്ക് ഇത്ര മാറും എന്ന് പറയാറുണ്ടോ? നമുക്കൊരു 99%ഓളം നമുക്ക് ചാൻസ് ഉണ്ട് എന്നൊക്കെയല്ലേ പറയുള്ളൂ. അല്ലാതെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അതിനൊരു ഫലം ഞങ്ങൾ ഉറപ്പ് തരുന്നു എന്ന് പറയുമോ ഒരു ഹോസ്പിറ്റല്? ഇല്ല. അവര് മുഴുവനായിട്ടും ആ ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഫലത്തെ അവർ എന്ത് ചെയ്യുന്നില്ല, ഗ്യാരണ്ടി അല്ലെങ്കിൽ ഉറപ്പ് തരുന്നില്ല. അവര് പറയുന്നത് നമ്മൾ അവിടെ ട്രീറ്റ്മെന്റ് എടുത്താൽ ഓരോ വ്യക്തികൾക്കനുസരിച്ച് അതിന്റെ ഫലത്തിൽ വ്യത്യാസം വരാം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ ചിലപ്പോ ചില ആളുകൾക്ക് ഈ ഒരു മെഡിസിൻ എടുക്കുമ്പോൾ ചിലപ്പോ വേറെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരും, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം. അപ്പൊ ഒരിക്കലും ആ ഒരു പൂർണ്ണമായ ഒരു ഫലത്തെ ആരും ഉറപ്പ് പറയുന്നില്ല, ഒരു ഹോസ്പിറ്റലുകളും ഉറപ്പ് പറയുന്നില്ല കേട്ടോ. അവര് ഒരു മാക്സിമം ഒരു 99% ചാൻസ് കൊണ്ടെന്നല്ലേ പറയുള്ളൂ അല്ലെ. ആണോ? ഒരു പൂർണ്ണമായിട്ടും നിങ്ങൾ ഇവിടെ വന്നാൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിത്തരാം, നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും പിന്നീട് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടോ അല്ലെങ്കിൽ സർവീസുകൾ ഉണ്ടോ? ഇനി അങ്ങനെ പറഞ്ഞാൽ പോലും നമുക്കത് കിട്ടാറുണ്ടോ? ഇല്ല അല്ലെ. അതൊക്കെ ജസ്റ്റ് അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഓരോ പേഷ്യൻസിനെയും കണ്ടീഷൻ വ്യത്യസ്തമാണ്. അപ്പൊ നമുക്കത് എടുത്തു കഴിയുമ്പോഴാണ് അവർക്ക് എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, എങ്ങനെയാണ് അവരുടെ പ്രോഗ്രസ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള സാധാരണ പരിചരണത്തിന് വേണ്ടി ഇവർക്ക് താല്പര്യമുണ്ട്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്കത് പൂർണ്ണമായിട്ടും മാറുമെന്നും ഹോസ്പിറ്റലുകാർ ഒരിക്കലും അത് ഉറപ്പും പറയുന്നില്ല ആ ഒരു വ്യവസ്ഥയിലൂടെ. Then it's the duty of the admission clerk to describe to the patient the concern of this form and its purpose. ഇവിടുത്തെ അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ഒരു അഡ്മിഷൻ ക്ലർക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകള് കൃത്യമായിട്ട് അവർക്ക് നമ്മൾ ആ ഒരു പേഷ്യന്റിനെ പറഞ്ഞു കൊടുക്കേണ്ടത്. അതിനനുസരിച്ച് ആ ഒരു ഫോം എന്തിനാണ്, ആ ഫോമിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്, അതിൽ ഇന്ന വ്യവസ്ഥകളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു തരേണ്ടതും അവരിൽ നിന്ന് ആ ഒരു സമ്മതം സൈൻ ചെയ്ത് വാങ്ങേണ്ടതും ആ ഒരു അഡ്മിഷൻ ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. അവർ ചെയ്തു തരാറുണ്ടോ? മിക്ക സ്ഥലങ്ങളിൽ നമുക്കതൊന്നും പറഞ്ഞു തരാറൊന്നുമില്ല അല്ലെ. സൈൻ ചെയ്യാൻ പറയുന്നത് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. ചില സ്ഥലങ്ങളിൽ നമ്മളത് സ്വയം വായിച്ചു നോക്കാൻ പറയാറുണ്ട്. അപ്പൊ അത് ശരിക്കും ഒരു അഡ്മിഷൻ ക്ലർക്കാണ് അത് ചെയ്യേണ്ടത്. ആ ഒരു അഡ്മിഷൻ ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ് ആ ഫോമിന്റെ ഉദ്ദേശം എന്താണ്, ആ ഫോമിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ എന്താണ്, അത് വ്യക്തമായിട്ട് ആ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുകയും അത് മനസ്സിലാക്കി ആ പേഷ്യന്റ് എന്ത് ചെയ്യണം, സമ്മതം നൽകുകയുമാണ് ചെയ്യേണ്ടത്. ഇത്രയും ആ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് അല്ലെങ്കിൽ വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. എപ്പോഴും ഒരു അഡ്മിഷൻ ഒരു ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് ഷീറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഷീറ്റ് ആവും. അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ അതിന്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അവിടുത്തെ ആ ഒരു സാധാരണ പരിചരണം ഞാൻ സ്വീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പേഷ്യൻസിന് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് അതിലൂടെ കാണിക്കുന്നത്. ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഫലത്തെ അവർ ഉറപ്പ് നൽകുന്നില്ല. അതുപോലെ തന്നെ ഒരു അഡ്മിഷൻ ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ് ഈ പറയുന്ന ഫോമിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് അവർ പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കേണ്ടതും അതിനനുസരിച്ച് അവർ എന്തൊക്കെ വ്യവസ്ഥകളാണോ ആ ഫോമിലുള്ളത് അതും വ്യക്തമാക്കി പറഞ്ഞു കൊടുത്ത് അവരിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, ഈ അഡ്മിഷൻ ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. അടുത്തത് കൺസേൺ ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. റിലീസ് ഓഫ് കൺസേൺ നമുക്കറിയാം. ഇപ്പൊ ആദ്യമേ തന്നെ നമ്മളോട് ചില ഹോസ്പിറ്റലുകാരെ നമുക്ക് സാധാരണ പരിചരണം നൽകുന്നതിനായിട്ട് നമ്മൾ ഓൾറെഡി അഡ്മിഷൻ ആയി ബന്ധപ്പെട്ട ഫോമുകളിലൊക്കെ സൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെ.
അതുപോലെ ഇനി എന്തെങ്കിലും നമ്മുടെ ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കണം, അതിനു വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മളിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള കൺസേൺ അല്ലെങ്കിൽ സമ്മതങ്ങൾ വാങ്ങാറ്. It permits the hospital to send to specifically named organizations copies of the patient medical record, and it is on the back of the admission or discharge form. We are discharge form in the back side is തന്നെ നമ്മളോട് ഇങ്ങനെയുള്ള സമ്മതങ്ങളും അതിന്റെ കൂടെ തന്നെ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻസോ ഇമ്പോർട്ടൻ്റ് അഡ്മിഷൻ ക്ലർക്കിന്റെ ചോദിക്കാം. അതുപോലെ ഇതിന്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിലേ ചോദിക്കുള്ളൂ കേട്ടോ. മറ്റു രീതിയിൽ അവന് ചോദിച്ചു കണ്ടിട്ടില്ല. അതുപോലെ അഡ്മിഷൻ ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ് ഇന്ന കാര്യം എന്നുള്ളത് ചോദ്യം. അങ്ങനെ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് നോക്കുക. അല്ലാത്തതാണെങ്കിൽ ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ മാത്രം പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നോക്കിയപ്പോ കൺസേൺ ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷനിൽ പറയുന്നത് ഇറ്റ് പെർമിറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു കൺസേൺ നമ്മൾ ഈ ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസ്ചാർജ് ഫോം അല്ലെങ്കിൽ അഡ്മിഷൻ ഫോമുമായി ബന്ധപ്പെട്ട് അതിന്റെ ബാക്കില് ഈ വ്യവസ്ഥകൾ അല്ലെങ്കിൽ കണ്ടീഷൻസിനോടൊപ്പം തന്നെ നമ്മളോട് സമ്മതവും വാങ്ങും. അതായത് നമ്മുടെ ഇൻഫർമേഷൻസ് ബന്ധപ്പെട്ട അത്യാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും സ്പെസിഫിക്കലി നെയിംഡ് ഓർഗനൈസേഷൻസ് ചിലപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ആ വരുന്ന പേഷ്യന്റിന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റബിളി ഡിസീസ്, ഒരു ട്രാൻസ്മിറ്റബിൾ ഡിസീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കത് ഇൻഫർമേഷൻസ് മറ്റുള്ള ആളുകൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിന് അതിനെ കോപ്പി കൊടുക്കണമെങ്കിൽ ആ പേഷ്യന്റിൽ നിന്ന് നമ്മൾ ആ ഒരു സമ്മതം ആദ്യമേ തന്നെ ആ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ചാർജ് ഫോമിന്റെ കൂടെ തന്നെ നമ്മളത് വാങ്ങുന്നുണ്ട്. It's on the back of the admission or discharge form. അത് ആ ബാക്ക് സൈഡിലായിരിക്കും ആ ഒരു സമ്മതം കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. Patient signature on this form permit the hospital to release medical information combined during the current episode of care. അവർക്ക് നിലവിൽ നമ്മൾ കൊടുക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സമാഹരിച്ചിട്ടുള്ള കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസിനെ അടിസ്ഥാനമാക്കി എന്തെങ്കിലും ഇങ്ങനെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഓൾറെഡി നമ്മൾ ആ പേഷ്യൻസിന്റെ കയ്യിൽ നിന്നും സിഗ്നേച്ചർ എന്ത് ചെയ്യുന്നു ആ ഫോമില് നമുക്ക് അവര് അനുവദിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരിൽ നിന്ന് പ്രത്യേകമായിട്ട് ഓരോന്നിനും കൺസേണോ കാര്യങ്ങളോ വായിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഇപ്പൊ ഒരു പ്രസവവുമായി ബന്ധപ്പെട്ടാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്, ആ ഫോമില് അതോടൊപ്പം തന്നെ അവർക്ക് ആ ഒരു സമ്മതം നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ലോക്കൽ അതോറിറ്റികൾക്ക് ആ ഒരു പ്രസവം നടന്നു കഴിഞ്ഞാൽ കുട്ടി ജനിച്ചു എന്നുള്ളതിന്റെ ഇൻഫർമേഷൻസ് ആ ഹോസ്പിറ്റലുകാരന് പിന്നെ പ്രത്യേക സമ്മതം വാങ്ങിയിട്ടില്ല. ചിലപ്പോൾ ഹോസ്പിറ്റലുകാരനെ നേരിട്ട് ചെയ്യാം, അല്ല എങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് കൂടുതലും ഹോസ്പിറ്റലുകാരനെ നേരിട്ടാണ് ചെയ്യാറ്. അപ്പൊ അവരെന്ത് ചെയ്തു കൊടുക്കും. അവിടെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഇങ്ങനെ അറിയിച്ചോട്ടെ എന്നൊന്നും പിന്നെ വന്ന് നമ്മുടെ അടുത്ത് സമ്മതമൊന്നും ചോദിക്കാറില്ല. അങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഈ അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഫോമിന്റെ ബാക്കിലായിട്ട് സമ്മതപത്രങ്ങൾ ഉണ്ടാവും. അത് നമ്മളെ പേഷ്യൻസിന് സിഗ്നേച്ചർ വെക്കുക എന്ന് പറയുന്നത് ഇവർക്കൊരു അനുവാദം കൊടുക്കുന്നത് പോലെയാണ്. ക്ലിയർ ആണോ? കൺസേൺ ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ? ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് സ്പെഷ്യൽ കൺസേൺ ആണ്. ഒന്നുകൂടെ പറയണോ? കൺസേൺ ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ പേഷ്യൻസിന്റെയും ഇൻഫർമേഷൻസ് നമുക്ക് പുറത്തു വിടാനായിട്ട് നമ്മൾ നേരത്തെ ഒരു കുറെ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഇപ്പൊ ഒരു പ്രസവ സംബന്ധമായിട്ടൊരു ലേഡി അഡ്മിഷൻ എടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ അവരുടെ അഡ്മിഷൻ ഫോമിന്റെ ബാക്ക് സൈഡിലായിട്ട് ഈ പറയുന്ന സമ്മതം കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ആ സമയത്ത് നമ്മൾ ആ സൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ഫോം നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിന് നമ്മുടെ ഇൻഫർമേഷൻസ് കൈമാറാൻ നമ്മൾ സമ്മതം കൊടുക്കുകയാണ് എന്നാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഒരു ബർത്ത് നടന്നു, ആ ഒരു ലേഡി വന്നു, അവർക്ക് ബർത്ത് നടന്നപ്പോ അവർക്ക് നമുക്കറിയാം ബർത്തോ ഡെത്തോ ഒക്കെ നടന്നു കഴിഞ്ഞാല് ലോക്കൽ ആയിട്ടുള്ള രജിസ്ട്രേഷൻ അതോറിറ്റികളിലേക്ക് നമ്മൾ അത് കൊടുക്കണം, സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റികൾക്ക് കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടി ആ ഹോസ്പിറ്റലിൽ പ്രത്യേകം നമ്മളോട് വന്ന സമ്മതം ചോദിക്കില്ല. മനസ്സിലായോ? അതാണ് ഞങ്ങളുടെ കുട്ടി ജനിച്ചു, ഞങ്ങൾ അന്ന് ഇതിലൂടെ എന്ത് ചെയ്യട്ടെ, അവിടെ സമർപ്പിക്കട്ടെ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കട്ടെ എന്നൊന്നും ചോദിക്കില്ല. അത് ഓൾറെഡി അവരുടെ ആ ഒരു അഡ്മിഷൻ ഫോമിന്റെ കൂടെ അവരിൽ നിന്ന് ആ സമ്മതങ്ങൾ ഓൾറെഡി സൈൻ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ സൈൻ ചെയ്ത് വാങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ വ്യവസ്ഥകൾ ഇത് ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് പിന്നീട് അതിനുള്ള അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് വരുമ്പോഴും അവരിൽ നിന്ന് കൺസേൺസ് പിന്നെ ചോദിച്ച് വാങ്ങേണ്ട കാര്യമില്ല. മനസ്സിലായോ? അപ്പൊ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത് ആ ഒരു മെഡിക്കൽ ഇൻഫർമേഷൻ റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു സമ്മതമാണെന്ന് പറയുന്നത്.
ഇനി സ്പെഷ്യൽ കൺസേൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ആ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട ആ ഒരു സിഗ്നേച്ചർ മതി. അതേസമയം സ്പെഷ്യൽ കൺസേൺ, ചില സ്പെഷ്യൽ ആയിട്ടുള്ള സമ്മതങ്ങൾ വേണം. Need for any non-routine diagnostic therapeutic procedures done on the patient. പേഷ്യന്റിന് സാധാരണ ചെയ്യുന്ന പരിചരണമല്ലാതെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള രോഗനിർണയങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ചികിത്സാ പ്രവർത്തനങ്ങൾ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുമ്പോൾ ആ പേഷ്യന്റിൽ നിന്നും പ്രത്യേക സമ്മതം വേണം. വേണ്ടേ? പ്രത്യേകമായിട്ടുള്ള സമ്മതം വേണം. And this gives written proof that the patient agrees to the procedure recorded in on the form. ഇവിടെ ഈ ഒരു സ്പെഷ്യൽ കൺസേൺ, ഇപ്പൊ ഒരു പുതിയ ഒരു സർജറി ചെയ്യാൻ പോകും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് ചെയ്യാൻ പോകും, ഒരു രോഗനിർണയവുമായി ബന്ധപ്പെട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകും, അങ്ങനെ വരുമ്പോൾ അതിന് സാധാരണ പരിചരണത്തിലും മാറ്റമുള്ളതാണ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ വരുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള കൺസേൺ അല്ലെങ്കിൽ സമ്മതം വാങ്ങിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിനുവേണ്ടി ഹോസ്പിറ്റലുകാർ എന്തെങ്കിലും സ്പെഷ്യൽ കൺസേൺ ഫോമുകള് ഇവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയും അത് അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് അവരിൽ നിന്ന് സമ്മതം വാങ്ങുകയും വേണം. ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പെഷ്യൽ കൺസേൺ ലെറ്റർ അല്ലെങ്കിൽ ആ ഒരു ഫോം എന്ന് പറയുന്നത് ഒരു റിട്ടൺ പ്രൂഫ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ആ ഒരു പേഷ്യന്റ് ഇതിന് സമ്മതിക്കുകയാണ്, എഗ്രി ചെയ്യുന്നു. അതായത് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സർജറി ആണെങ്കിൽ ആ ഒരു സർജറി ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ലെറ്റർ ആയതുകൊണ്ട് തന്നെ ഇതൊരു റിട്ടൺ പ്രൂഫ് ആണ്. അത് നമുക്ക് അവരുടെ ആ ഒരു റെക്കോർഡിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഫോം എന്ത് ചെയ്യും? ഡോക്യുമെന്റ് ചെയ്ത് വെക്കുകയും ചെയ്യും. And condition of participation require that the medical staff, by laws and rules and regulation, state that a surgical operation may be executed only on concern of the patient or legal representative, except in emergencies. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ സ്റ്റാഫുകള് നിയമപരമായിട്ടും അവർ കുറെ നിയന്ത്രണങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വന്നാൽ അവർക്ക് എന്തെങ്കിലും പുതിയതായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും സർജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുകയാണെങ്കിൽ അതിന് മുൻപായിട്ട് വിശദമായിട്ട് ആ ഒരു സംഭവത്തെ കുറിച്ച് അവർക്ക് വിശദമായിട്ട്, അപ്പൊ അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങളും അതുപോലെ തന്നെ ആ ഒരു പ്രൊസീജിയർ നടത്തിയാൽ ഉണ്ടാവുന്ന അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് അല്ലാതെ എന്തൊക്കെ എന്താണ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവുന്നുണ്ട്, ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് അവരുടെ സമ്മതം വാങ്ങിയതിനു ശേഷം മാത്രമേ ആ ഒരു പ്രൊസീജിയർ നടത്താൻ പാടുള്ളൂ. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന കൺസേൺ ആണ് സ്പെഷ്യൽ കൺസേൺ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സമ്മതം എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും എമർജൻസി കേസുകളിൽ ഇത് ബാധകമല്ല, അല്ലെ? ഒരു എമർജൻസി കേസിൽ നമുക്കൊരു കൺസേൺ വാങ്ങാൻ പറ്റുമോ? ഒരു പെട്ടെന്നൊരു ലേബർ, പെട്ടെന്നൊരു പ്രസവം നടക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വരുന്നു. ആ സമയത്ത് നമ്മുടെ ഇങ്ങനെയുള്ള സ്പെഷ്യൽ കൺസേൺ വാങ്ങുവാനുള്ള സമയം ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ല. അതുപോലെ തന്നെ ഒരു എമർജൻസി, ഒരു കാഷ്വാലിറ്റിക്ക് ഒരു ആക്സിഡന്റോ കേസുകളോ ഭയങ്കര വലുതായിട്ട് അപ്പൊ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ ലൈഫ് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ആ ഒരു സർജറി നടത്തിയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സമ്മതം വാങ്ങുമ്പോൾ മൂന്നാം പ്രൊസീജിയർ ചെയ്യോ? ആ പ്രൊസീജിയർ ആയിരിക്കും ചെയ്യുക, അല്ലെ? അപ്പൊ അങ്ങനെ വളരെ എമർജൻസി ഉള്ള കേസുകളാണെങ്കിൽ നമുക്ക് ഈ ഒരു സമ്മതം ആവശ്യം വരുന്നില്ല. അല്ലാത്ത കേസുകളാണെങ്കിൽ നിർബന്ധമായിട്ടും അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫ് നിയമപരമായി ഈ സമ്മതം വാങ്ങിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവർക്ക് ആ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പാടുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ആ ഒരു സ്പെഷ്യൽ ഫോമില്, കൺസേൺ ഫോമില് സൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് റിട്ടൺ പ്രൂഫ് ആണ്. നമ്മൾ ആ ഒരു പ്രൊസീജിയർ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് എഴുതി കൊടുക്കുന്നത് പോലെയുള്ള ഒരു റിട്ടൺ പ്രൂഫ് ആണ് ഈ സ്പെഷ്യൽ കൺസേൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? സ്പെഷ്യൽ കൺസേൺ ഒന്നുകൂടി പറയണം. സ്പെഷ്യൽ കൺസേണില് നീഡ് ഫോർ എനി നോൺ റൂട്ടീൻ ഡയഗ്നോസിസ്, അതായത് അവർ സാധാരണ അവർക്ക് കൊടുക്കുന്ന പരിചരണമല്ല, അത് കൂടുതൽ അതല്ലാതെ അവർക്ക് എന്തെങ്കിലും രോഗനിർണയം നടത്തിയിട്ട് ടെസ്റ്റുകൾ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സാപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ, ഒരു സർജറി ആവാം, മറ്റെന്തെങ്കിലും പ്രൊസീജിയറുകളാവാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു പേഷ്യൻസിന് ചെയ്യണമെങ്കിൽ എപ്പോഴും ആ ഒരു പേഷ്യന്റിൽ നിന്നുള്ള കൺസേൺ അല്ലെങ്കിൽ പ്രത്യേക ഒരു സമ്മതം വാങ്ങിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഇവരൊരു കൺസേൺ ലെറ്റർ കൊടുക്കുകയും അത് കൃത്യമായിട്ട് ഇവർ എന്ത് ചെയ്യണം, ആ മെഡിക്കൽ സ്റ്റാഫ് നിയമപരമായിട്ട് ആ ഒരു കൺസേൺ ലെറ്റർ ഇന്നതിന് വേണ്ടിയാണ്, ഇന്ന പ്രൊസീജിയർ ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്, ആ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറെ അധികം ബെനിഫിറ്റ്സ് ഇങ്ങനെയുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടു ദിവസം പറയണം കേട്ടോ, ഈ ഒരു സർജറി ചെയ്യും, ഒരു എക്സാമ്പിൾ ആണ്, സർജറി ചെയ്യും, ആ സർജറിയുമായി ബന്ധപ്പെട്ട് ഇന്ന ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതേസമയം
കുറെ ഡ്രോബാക്സ് ഉണ്ടാകുമല്ലോ, കുറെ സൈഡ് എഫക്ട്സ് ചിലപ്പോൾ വരാം അല്ലെ. അപ്പൊ അതും പറയണം, എല്ലാം ഉൾപ്പെടുത്തി, എല്ലാ വിശദമായിട്ട് എല്ലാ വശങ്ങളും ഉൾപ്പെടുത്തി എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായ രീതിയിൽ ആ മെഡിക്കൽ സ്റ്റാഫുകൾ കൊടുക്കുകയും എന്നിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അതിൽ നിന്ന് സമ്മതം വാങ്ങുകയും ചെയ്യുക. ഇതിനൊരു സ്പെഷ്യൽ കൺസേൺ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള അവർക്ക് സമ്മതം വാങ്ങുക എന്ന് പറയുന്നത് ഇതൊരു റിട്ടൺ പ്രൂഫാണ്. ആ ഒരു റിട്ടൺ പ്രൂഫ് എന്ന് പറയുന്നത് ഈ ഒരു സമ്മതം നൽകുക എന്ന് പറഞ്ഞാൽ ആ ഒരു പേഷ്യന്റ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ തയ്യാറാണ് എന്നതാണ് അതിൽ ഉദ്ദേശിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് അവർ സൈൻ ചെയ്ത് കൊടുക്കുന്നത്, തയ്യാറാണ്, എനിക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് കൃത്യമായിട്ട് അവർ സൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കും. ഇതൊരു റിട്ടൺ പ്രൂഫ് ആയിട്ട് അവരുടെ റെക്കോർഡിൽ ഡോക്യുമെന്റ് ചെയ്ത് വെക്കും. ക്ലിയർ ആണോ? മനസ്സിലായോ? സ്പെഷ്യൽ കൺസേൺ ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് ഇനി ഈ ഒരു മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുന്ന ക്ലിനിക്കൽ ഡേറ്റാസ് എന്തൊക്കെയാണ്? ക്ലിനിക്കൽ ഡേറ്റാസുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ഉണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തത് അഡ്മിഷൻ ഓഫ് ഡിസ്ചാർജ് റെക്കോർഡ്, മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം, അതിനുശേഷം ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതിൽ ചിലവ മാത്രം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബാക്കി ഓൾമോസ്റ്റ് ഒരു 4-5 മാത്രമേ പറയാത്തുള്ളൂ. ബാക്കി എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിഷ്യൻസ് ഓർഡർ എന്നാണ് കേട്ടോ. ഇവിടെ ഫിസിഷ്യൻസ് ഓർഡർ ആണ്, ORDER ഓർഡർ കേട്ടോ. ഫിസിഷ്യൻസ് ഓർഡർ, പ്രോഗ്രസ് നോട്ട്, പാത്തോളജി റിപ്പോർട്ട്, റേഡിയോളജി റിപ്പോർട്ട്, ഇലക്ട്രോകാർഡിയോഗ്രാഫ് റിപ്പോർട്ട്, കൺസൾട്ടേഷൻ റിപ്പോർട്ട്, operating data, anesthesia report, recovery report, operating report, nursing data, nurses notes, TPR graphic chart, medication sheet, diet chart, physical therapy report. TPR എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ, പൾസ് ആൻഡ് റെസ്പിറേറ്ററി റേറ്റ് കേട്ടോ. TPR എക്സ്പാൻഡഡ് ഫോം ആണ് ടെമ്പറേച്ചർ, പൾസ് ആൻഡ് റെസ്പിറേറ്ററി റേറ്റ്. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോട്ടാ. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേറ്ററി റേറ്റ്. നെക്സ്റ്റ് പറഞ്ഞാണ് മെഡിക്കേഷൻ ഷീറ്റ്, ഡയറ്റ് ചാർട്ട്, ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ട്, റെസ്പിറേറ്ററി തെറാപ്പി റിപ്പോർട്ട്, മിസലേനിയസ് റിപ്പോർട്ട്, ലബോറട്ടറി റിപ്പോർട്ട്, ഡിസ്ചാർജ് സമ്മറി. ഇത്രയും 23 പറഞ്ഞു. ഇതെല്ലാം ക്ലിനിക്കൽ ഡേറ്റയിൽ ഉൾപ്പെടുന്ന ഡോക്യുമെന്റ്സ് ആണ്. അപ്പൊ അതിൽ ഇനി ഓരോന്നും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിൽ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് അതൊരു ക്ലിനിക്കൽ പരമായിട്ടുള്ള ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുക കേട്ടോ. ഇറ്റ് ഇൻക്ലൂഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയർ. അതായത് അവർക്ക് കൊടുത്ത രോഗനിർണയവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ ഡയഗ്നോസിസ് ആണ്, എന്തൊക്കെ രോഗനിർണയ പ്രൊസീജിയേഴ്സ് ആണ് അവർക്ക് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഒന്നാമത് ഉണ്ടാവുക. രണ്ടാമത്തത് അറ്റൻഡിംഗ് ഫിസിഷ്യൻ ഈസ് ലയബിൾ ഫോർ ഗിവിംഗ് ആൻഡ് ഒതന്റിക്കേറ്റിംഗ് ദ ഇൻഫർമേഷൻ. ഇവരുടെ എല്ലാ ഇൻഫർമേഷൻ ഒരു മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അവരുടെ റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതും അവരുടെ റെക്കോർഡുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് ആധികാരികമായിട്ട് അതിൽ രേഖപ്പെടുത്തേണ്ടതും ചെയ്യേണ്ടതും ആരുടെ ഉത്തരവാദിത്വമാണ്? അവനെ നോക്കുന്ന അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യന്റെ ഉത്തരവാദിത്വമാണ് അല്ലെ. ആൻഡ് ഓൾ ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വെൽ റിട്ടൺ ഇൻ ഫുൾ വിത്തൗട്ട് സിഗ്നൽസ് ആൻഡ് അബ്രിവിയേഷൻ. ഇനി ഇവർക്ക് കൊടുക്കുന്ന എല്ലാ പ്രൊസീജിയറുകളും രോഗനിർണയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രോഗനിർണയം നടത്തിയിട്ടുണ്ടോ, എന്തൊക്കെ പ്രൊസീജിയറുകൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ, ഇതെല്ലാം വളരെ ഫുൾ ഫോമില് റിട്ടേൺ ചെയ്യണം. അതായത് മുഴുവനായിട്ട് എഴുതണം, അല്ലാതെ ഷോർട്ട് ഫോമിലോ അല്ലെങ്കിൽ സിമ്പിളോ അബ്രിവിയേഷൻസോ ഒന്നും അല്ല, ഫുൾ ആയിട്ട് തന്നെ അത് എഴുതി പൂർത്തിയാക്കേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും? അവരെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് റെക്കോർഡ്, ക്ലിനിക്കൽ പരമായിട്ട് അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് വരുന്നത് അവർക്ക് കൊടുത്ത രോഗനിർണയ മെത്തേഡുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ രോഗനിർണയ മാർഗങ്ങൾ അവർക്ക് പ്രയോഗിച്ചു, എന്തൊക്കെ പ്രൊസീജിയർ അവർക്ക് കൊടുത്തു, അതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാകണം. അതുപോലെ തന്നെ അവരുടെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ചെയ്യേണ്ട ഒരു ഫിസിഷ്യന്റെ ബാധ്യതയാണ് അവരുടെ പൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻസ് വളരെ ആധികാരികതയോടെ ആ റെക്കോർഡുകളിൽ പൂർത്തിയാക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന രോഗനിർണയ മാർഗങ്ങൾ, അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രൊസീജിയേഴ്സ് മുതലായ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ആയിട്ട് തന്നെ എഴുതി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും അത് സിംബലുകളോ അബ്രീവിയേഷൻസോ ഒന്നും ഉപയോഗിക്കാതെ പൂർണ്ണമായി അത് എഴുതി തയ്യാറാക്കേണ്ടതും ഒരു
അറ്റൻഡിങ് ഫിസിഷ്യൻ, അവർ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ഫിസിഷ്യന്റെ ബാധ്യതയിൽ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? രണ്ട് പോയിന്റ്സും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, അടുത്തത് പറയട്ടെ. നെക്സ്റ്റ് വൺ പറയട്ടെ. ഓക്കെ, അടുത്തത് മെഡിക്കൽ ഹിസ്റ്ററി. The data physician uses to establish a preliminary provisional diagnosis on which to base the treatment of the patient, and it includes chief complaint, present illness, past medical history, family history, review system. ഇവിടെ മെഡിക്കൽ ഹിസ്റ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു മെഡിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ആ ഫിസിഷ്യന് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ടു എസ്റ്റാബ്ലിഷ് എ പ്രിലിമിനറി പ്രൊവിഷണൽ ഡയഗ്നോസിസ്, ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു രോഗപരിചരണം അല്ലെങ്കിൽ ഒരു രോഗനിർണയം നടത്താനായിട്ട് സാധിക്കും. And it's to base the treatment of the patient. ഒരു മെഡിക്കൽ ഹിസ്റ്ററി കിട്ടിയാൽ ആ ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഉപയോഗിച്ചുകൊണ്ട് അത് കിട്ടുന്ന ആ ഒരു ഫിസിഷ്യൻ ഈ ഒരു ഡേറ്റ എന്തിനു വേണ്ടി ഉപയോഗിക്കാന്നാ പറയുന്നത്? എന്തിനു വേണ്ടി ഉപയോഗിക്കാം? പ്രാഥമികമായിട്ട്, അതായത് താൽക്കാലികമായിട്ട്, ഒരുപാട് ഭാവിയിലേക്ക് നമുക്ക് മുഴുവനായിട്ടും അല്ല, എന്നാൽ പോലും ആ ഒരു പേഷ്യന്റിന് എന്തൊക്കെ അവസ്ഥകളുണ്ട്, അവർക്ക് എന്തൊക്കെ രോഗങ്ങളാണുള്ളത്, അല്ലെങ്കിൽ അവരുടെ നിലവിലുള്ള അവസ്ഥകൾ എന്താണ്, അവർക്ക് മുൻപ് അതെ പ്രാഥമികമായിട്ടുള്ള ഒരു രോഗം, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണോ അവർക്കുള്ളത്, അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രാഥമിക രോഗനിർണയം നടത്താൻ പറ്റും. അതോടൊപ്പം തന്നെ അതൊരു അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബേസ് ആയിട്ട് നമുക്കത് ഈ ഒരു മെഡിക്കൽ ഹിസ്റ്ററി വെക്കാൻ പറ്റും എന്ന് പറയാം. അപ്പൊ ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഒരു ഫിസിഷ്യൻ ഒരു ഡേറ്റ ആയിട്ട് ഉപയോഗിക്കാം. ആ ഡേറ്റയിലൂടെ അവർക്ക് ആ ഒരു അവരുടെ പ്രസന്റ് ആയിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ആ പേഷ്യൻസിനെ പ്രാഥമികമായിട്ട് അവർക്ക് താൽക്കാലികമായിട്ട് ഒരു പ്രാഥമിക രോഗനിർണയം നടത്താൻ അത് സഹായിക്കുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളോ പ്രൊസീജിയേഴ്സോ ഡയഗ്നോസിസ് പർപ്പസുകളിലൂടെയോ ഒക്കെ നമുക്ക് വിപുലീകരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാം. പക്ഷെ പ്രാഥമികമായിട്ടുള്ള ആ ഒരു രോഗനിർണയം നടത്തി അവർക്കൊരു ബേസ്, ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചികിത്സ നൽകാനായിട്ട് ഇതൊരു ഫിസിഷ്യനെ സഹായിക്കുന്നു. ഒരു ഫസ്റ്റ് എയ്ഡുകൾ പോലെയൊക്കെ നമുക്ക് അത്ര കുറച്ചു നേരത്തേക്ക് നമുക്ക് അവരുടെ ആ ഒരു കണ്ടീഷനെ ഒന്ന് ലെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ. അതുപോലെ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഉണ്ടായിരിക്കും? അവരുടെ ചീഫ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ മുഖ്യ പ്രശ്നം എന്താണ്? അല്ലെ, ഒരു പേഷ്യന്റിന് ഒരു മുഖ്യ പ്രശ്നം ഉണ്ടാവാറ ഹോസ്പിറ്റലിലേക്ക് ഒരു വെറുതെ അല്ലല്ലോ വരുന്നത് അല്ലെ. അവരുടെ മുഖ്യ പ്രശ്നം എന്താണ്? എന്തിനു വേണ്ടിയാണ് അവർ ആ ഒരു മെഡിക്കൽ അറ്റൻഷൻ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ അറ്റൻഷന് വേണ്ടി അവരുടെ ആവശ്യകത എന്താണ്? ആ മുഖ്യ പ്രശ്നം എന്താണ്? അതുപോലെ നിലവിലെ അവരുടെ അവസ്ഥ എങ്ങനെയാണ്? ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവരുണ്ടാവും, ചിലപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കൊന്ന് നേരെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള. അപ്പൊ നിലവിൽ അവരുടെ അസുഖം അല്ലെങ്കിൽ അവരുടെ അവസ്ഥ, ഇല്ലസ് അല്ലെങ്കിൽ അസുഖങ്ങൾ എന്താണ്? അതുപോലെ തന്നെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, അവർക്ക് മുൻപ് കഴിഞ്ഞ മെഡിക്കൽ ഹിസ്റ്ററിയോ പാസ്റ്റിൽ മുൻപ് എവിടെയെങ്കിലും എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടുണ്ടോ, അതിനിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി, അവരുടെ ഫാമിലിയിലെ ഹിസ്റ്ററി. കാരണം ചിലർക്ക് പാരമ്പര്യമായിട്ട് കുറെ രോഗങ്ങൾ വരാറുണ്ട് അല്ലെ. ചില ആളുകൾക്ക് കുറെ ഫാമിലിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന കുറെ രോഗങ്ങളുണ്ടാവും. അതെ, എന്താണ് ഷുഗർ അല്ലെ, ഡയബറ്റിക്സ് വരാറുണ്ട്. അതുപോലെ ചിലർക്ക് പ്രഷർ. അപ്പൊ നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കുറെ രോഗങ്ങൾ വരാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ റിവ്യൂ ഓഫ് സിസ്റ്റം, അവിടെയുള്ള ഒരു അവലോകനം, ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ഒരു സംഗ്രഹം, ഒരു അവലോകനം നടത്തി ആ ഹെൽത്ത് കെയർ പ്രൊവൈഡറിന് എന്ത് ചെയ്യാൻ പറ്റും? ആ പേഷ്യൻസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കാനും, അതുപോലെ അവരുടെ റിവ്യൂ സിസ്റ്റംസ് കൂടുതൽ ഉദ്ദേശിക്കുന്ന അവരുടെ ബോഡിയിലെ വിവിധ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ അവലോകനം നടത്തും. അതായത് അവരുടെ എല്ലാ ബോഡിയിലെ ഓരോ സിസ്റ്റംസും വളരെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും ഇതിന് ബുദ്ധിമുട്ടുകളുണ്ടോ, ഇനി എന്താണ് അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാറ്റസ് അവരുടെ എങ്ങനെയാണ്, അല്ലെങ്കിൽ വൈറ്റൽ സയൻസ് ഒക്കെ ഓക്കെയാണോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അവലോകനം നടത്തി അതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നത്? ഈ ഒരു മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു റെക്കോർഡ് തയ്യാറാക്കുന്നത്. അപ്പൊ ആ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുമ്പോൾ ആ ഒരു ഡേറ്റ നമുക്ക് കിട്ടിയാൽ ഒരു ഫിസിഷ്യന് വളരെ എളുപ്പത്തിൽ പ്രാഥമികമായിട്ട് അവർക്കുള്ള രോഗനിർണയം നടത്താനും പെട്ടെന്ന് തന്നെ ഒരു ട്രീറ്റ്മെന്റ്, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചികിത്സ കൊടുക്കാനും ഇതിലേറെ സഹായകമാണ്. ക്ലിയർ ആണോ മെഡിക്കൽ ഹിസ്റ്ററി? ഓക്കെ,
അടുത്തത് physical examinations. Provides baseline data about the patient to help the physician in deciding a diagnosis. അതായത് ഇവിടെ physical examination പറയുന്നത് besides a baseline data about the patient to help the physician in deciding a diagnosis. അപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു ശാരീരിക പരിശോധനകൾ നടത്തും അല്ലെ. ആദ്യം തന്നെ നമ്മൾ കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ പരിശോധിക്കില്ലേ ഏതൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും? ചെയ്യാറുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ അവര് അടിസ്ഥാനപരമായിട്ട് പരിശോധിക്കുന്നത് ഫിസിക്കൽ എക്സാമിനേഷനിൽ? എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കുക? ബ്ലഡ് പ്രഷർ, പിന്നെ ബ്ലഡ് പരിശോധിക്കാറുണ്ട്. ബ്രീത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, പൾസ്, ടെമ്പറേച്ചർ അല്ലെ, വെയിറ്റ്, ഹൈറ്റ്, അതുപോലെ നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചിലരുടെ ഐസുമായി ബന്ധപ്പെട്ട്, റെസ്പിറേറ്ററി ട്രാക്റ്റുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെയുള്ള കുറെ ബേസിക് ആയിട്ടുള്ള കുറച്ച് എക്സാമിനേഷൻസ് അല്ലെങ്കിൽ പരിശോധനകൾ നടത്താറുണ്ട് അല്ലെ. അപ്പൊ അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു പരിശോധന നടത്തുന്നത്? അങ്ങനെ എന്തിനു വേണ്ടിയാ? കാരണം ആ ഫിസിഷ്യന് ഈ പറയുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ചിലപ്പോ പുതിയ രോഗനിർണയം, ഏത് രീതിയിലുള്ള രോഗനിർണയ മാർഗം വേണം എന്ന് തീരുമാനിക്കാനായിട്ട് അവർക്ക് സാധിക്കും അല്ലെ. അപ്പൊ അവര് പ്രധാന ECG കാര്യങ്ങളൊക്കെ എടുക്കും. എന്തെങ്കിലും വേരിയേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാം അല്ലെ എന്ന് തോന്നുകയും അതിനനുസരിച്ചുള്ള രോഗനിർണയം നമുക്ക് സ്വീകരിക്കാനും പറ്റും അല്ലെ. അപ്പൊ അതുപോലെ ഒരു ഫിസിഷ്യന് ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഒരു ഡേറ്റയിൽ നിന്നും ഏത് തരത്തിലുള്ള രോഗനിർണയമാണോ ഇവർക്ക് വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് ആ ഒരു ഫിസിഷ്യന് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അല്ല, എക്സാമിനേഷൻ ഷുഡ് ഇൻക്ലൂഡ് ഓൾ ദ ബോഡി സിസ്റ്റംസ്. എല്ലാ ബോഡി സംവിധാനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനകളാണ് നടക്കുന്നത്. ഇപ്പൊ ഒരു ഓർഗൻസ്, ഇപ്പൊ ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് എല്ലാ ഓർഗൻസും അതിനുവേണ്ടി യൂറിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് അല്ലെ, പൾസ് റേറ്റ് നോക്കാറുണ്ട്, ECG എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ആ ഒരു പേഷ്യന്റിന്റെ ബോഡിയിലുള്ള എല്ലാ സിസ്റ്റംസ് അല്ലെങ്കിൽ ബോഡി സംവിധാനങ്ങളും നന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ഏതൊക്കെ ബോഡി സിസ്റ്റംസിനാണ് കംപ്ലൈന്റുകൾ ഉള്ളത് എന്നൊക്കെ നമുക്ക് ഈ ഒരു ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ ഒരു കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിവരമല്ല, എന്നാൽ പോലും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. And the degree of details relies on the age and sex of the patient's symptoms and other physical findings or laboratory data. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ഡിഗ്രി ഓഫ് ഡീറ്റെയിൽസ്, കുറച്ചുകൂടി ഡീറ്റെയിൽസ് അറിയില്ല അതിന്റെ അവരുടെ ഏജ്. അപ്പൊ ഓരോരു വ്യക്തികളുടെ ഏജിനനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ സെക്സ് മെയിൽ ആണോ ഫീമെയിൽ ആണോ അതിനനുസരിച്ച്, അല്ലെങ്കിൽ പേഷ്യൻസിന് അവർക്കുണ്ടാകുന്ന സിംറ്റംസ്, അവർക്ക് എന്തെങ്കിലും ഒരു രോഗമായിട്ടാണ് വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും സിംറ്റംസോ ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരിക പരിശോധനകളോ അല്ലെങ്കിൽ ലബോറട്ടറി ഡേറ്റാസോ ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നത്. അപ്പൊ ചിലപ്പോ ഏജ്ഡ് ആയിട്ട്, ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഏജ് ആയുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള വേരിയേഷൻസ് ചിലപ്പോൾ കാണിച്ചേക്കാം. ചിലപ്പോ അതായത് മെയിലോ ഫീമെയിലോ ആണോ അവരുടെ റേഞ്ച് വ്യത്യാസങ്ങളുണ്ട് അല്ലെ. ഒരു എന്താണ് ഒരു ബ്ലഡ് കൗണ്ടുകൾ എടുക്കുന്നതിലും റേഞ്ച് വ്യത്യാസങ്ങളില്ലേ, ഒരു ഇത് മെയിലും ഫീമെയിലും റേഞ്ച് വ്യത്യാസങ്ങളില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നോക്കി, പിന്നെ പേഷ്യൻസിന് എന്തെങ്കിലും സിംറ്റംസ്, എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ, അതുപോലെ മറ്റ് ശാരീരിക കണ്ടെത്തൽ പരിശോധന നടത്തിയപ്പോൾ മറ്റെന്തെങ്കിലും കണ്ടെത്തലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ലബോറട്ടറി ഡേറ്റാസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഏതെങ്കിലും ടെസ്റ്റുകളിൽ കാണുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അതിനനുസരിച്ചാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു വിവരം ഏതൊക്കെ ഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഇവർക്ക് പ്രോബ്ലം ഉള്ളത് എന്നതിനെ കുറിച്ച് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിവരം കിട്ടുകയും അതിനനുസരിച്ച് ഒരു ഫിസിഷ്യന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ക്ലിയർ ആണോ ഫിസിക്കൽ എക്സാമിനേഷൻ? ഓക്കെ, അടുത്തത് വരുന്നത് ഫിസിഷ്യൻ ഓർഡർ. ഫിസിഷ്യൻ ഓർഡറിൽ പറയുന്നേ the written or oral orders constitute the attending physicians directed to nursing and auxiliary services and concerning all medications and treatment of the patient. So physician order എന്ന് പറഞ്ഞാല് നമ്മുടെ ഫിസിഷ്യൻ എന്ത് ചെയ്യുന്നു, written or oral orders കുറെ എഴുതി തയ്യാറാക്കിയ അല്ലെങ്കിൽ വാക്കാലുള്ള കുറെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഓർഡറുകൾ ആർക്ക് കൊടുക്കും? അവർ constitute the attending physician direction to nursing and auxiliary services. ഇല്ലേ, നഴ്സുമാർക്ക് കൊടുക്കാറില്ലേ?
ഇപ്പൊ നമ്മുടെ റൗണ്ട്സിനൊക്കെ വരുമ്പോൾ ഡോക്ടേഴ്സ് പറയാറില്ലേ ഇന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം എന്ന് ചിലപ്പോ എഴുതി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോ വാക്കാലായിരിക്കും ആ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത്. ഇല്ലേ? കൊടുക്കാറുണ്ടോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നേ? കൊടുക്കാറില്ലേ? അതുപോലെ ഓക്സിലറി സർവീസസ് എന്ന് പറയുന്ന സപ്പോർട്ടീവ് ഫംഗ്ഷൻസുകൾ, ഇപ്പൊ ഫുഡ് സർവിങ്ങുമായി ബന്ധപ്പെട്ട്, ലോണ്ടറി ആൻഡ് റീഡിങ്, അവർക്കൊക്കെ പേഷ്യൻസിന്റെ ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ടോ അങ്ങനെയൊക്കെ ഓരോ പേഷ്യൻസിനെയും അസിസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കോ ഒക്കെ വേണ്ടിയിട്ട് ഫിസിഷ്യൻ, അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻസ് എന്ത് ചെയ്യാറുണ്ട്? ഡയറക്ഷൻസ് കൊടുക്കാറുണ്ട്. അതാണ് ഈ ഒരു ഫിസിഷ്യന്റെ ഓർഡർ എന്ന് പറയുന്നത്. ആൻഡ് കൺസേണിംഗ് ഓൾ മെഡിക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യന്റ്, ആ പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിസിൻസ്, മരുന്നുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ വരുന്ന അവരും ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട മറ്റ് ഓക്സിലറി സപ്പോർട്ടീവ് സർവീസുകളോടും അതുപോലെ തന്നെ അവിടുത്തെ നഴ്സിംഗ് ആളുകളോടും കൃത്യമായിട്ട് ആ അറ്റൻഡിങ് ഫിസിഷ്യൻ നൽകുന്ന ഡയറക്ഷൻസിനെയും, അതിപ്പോ ഓറലി വാക്കാലാവാം അല്ലെങ്കിൽ റിട്ടൺ ആയിട്ട് എഴുതി കൊടുക്കുന്ന ആ ഒരു ഓർഡറിനെയാണ് ഫിസിഷ്യൻ ഓർഡർ എന്ന് പറയുന്നത്. എന്തൊക്കെ ഓർഡറുകൾ, എന്തൊക്കെ ഡയറക്ഷൻസ് ആണോ അവർക്ക് ഓരോരുത്തർക്കും അറ്റൻഡിങ് ഫിസിഷ്യൻസ് നൽകിയിരിക്കുന്നത്, അതും ഈ ഒരു ഡേറ്റയുടെ ഭാഗമാക്കി വെക്കും. വേറാണോ ഫിസിഷ്യൻ ഓർഡർ? മനസ്സിലായോ? ഓക്കെ. അടുത്തത് പ്രോഗ്രസ് നോട്ട്. പ്രോഗ്രസ് നോട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ എത്രത്തോളം അവർക്ക് പുരോഗതിയുണ്ട് എന്നതാണ് പ്രോഗ്രസ് നോട്ടിൽ ഉൾപ്പെടുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ കോസ് ഓഫ് ദ പേഷ്യൻസ് ഇൽനെസ്, അതായത് അവരുടെ ആ ഒരു രോഗം വരാനുള്ള അല്ലെങ്കിൽ ആ രോഗിയുടെ അസുഖത്തിന്റെ കാരണം എന്താണ്, അല്ലെ? അതുപോലെ തന്നെ റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ്, അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ആ ചികിത്സയോടുള്ള അവരുടെ പ്രതികരണം എങ്ങനെയാണ്? ആൻഡ് സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ്, ഡിസ്ചാർജ് സമയത്ത് അവരുടെ ആ ഒരു ആരോഗ്യ അവസ്ഥ അല്ലെങ്കിൽ സ്ഥിതി, അവരുടെ ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പ്രോഗ്രസ് നോട്ടിൽ തയ്യാറാക്കുന്നത്. അതായത് the attending physician is responsible for the completion of progress note. അപ്പൊ ഈ ഒരു പുരോഗതി അല്ലെങ്കിൽ പ്രോഗ്രസ് നോട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പൂർത്തിയാക്കേണ്ടത് ഉത്തരവാദിത്തം ആർക്കാണ്? അറ്റൻഡിങ് ഫിസിഷ്യൻ ആണ് കേട്ടോ. നോക്കാം, അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ വരുമ്പോൾ നോക്കണം കേട്ടോ, ആർക്കാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഒരു അറ്റൻഡിങ് ഫിസിഷ്യൻ ആണ് ഈ പ്രോഗ്രസ് നോട്ടുകൾ പൂർത്തിയാക്കാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അഡ്മിഷൻ നോട്ട്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും? അവർ അഡ്മിഷൻ എടുത്തത് മുതലാണോ പ്രോഗ്രസ് നോട്ട് ചെയ്ത്, അല്ലെ? ഒരു പുരോഗതി നോട്ട് അല്ലെങ്കിൽ പുരോഗതിയെ കുറിച്ച് ചെയ്തപ്പോൾ അവർ അഡ്മിഷൻ എടുത്തത് മുതലല്ലേ എഴുതണ്ടേ? ആണോ? അവർ അഡ്മിഷൻ എടുത്തത് മുതൽ, ആ അഡ്മിഷന്റെ സമയത്ത് അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ അഡ്മിഷൻ എടുത്ത സമയത്ത് അവരുടെ ആ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി എങ്ങനെയായിരുന്നു, അതിനുശേഷം നമ്മൾ എന്തൊക്കെ ഫോളോ അപ്പുകൾ കൊടുത്തു, അല്ലെ? ഫോളോ അപ്പ് നോട്ട് വരാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊടുത്തു, എന്തൊക്കെ പ്രൊസീജിയേഴ്സ്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തു, അതിൽ അവരുടെ പ്രതികരണം എങ്ങനെയാണ്, അവർക്ക് എത്രത്തോളം പുരോഗതി അതിലൂടെ ഉണ്ടാകും. അത് അവസാനം എന്താണ്? ഫൈനൽ നോട്ട്. അവർ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് അവരുടെ അവസ്ഥ എന്താണ്? ആ അഡ്മിഷൻ എടുത്തത് മുതൽ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് വരെ അവർക്ക് കൊടുത്ത പ്രൊസീജിയറുകളും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ റെസ്പോൺസുകൾ ഉണ്ടാക്കി, എത്രത്തോളം അവർക്ക് പുരോഗതി അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസിൽ ഉണ്ടായി, ഇങ്ങനെയുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് നമുക്ക് അതിലൂടെ കാണാൻ പറ്റും. And the admission note consists of the general condition of the patient at the time of admission. അഡ്മിഷന്റെ സമയത്ത് ആ ഒരു പേഷ്യന്റിന്റെ പൊതുവായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, അവർ വന്ന സമയത്ത് അവർക്ക് എങ്ങനെയായിരുന്നു, അതുപോലെ അവരുടെ ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, ഫിസിക്കൽ ഇൻഫർമേഷൻ ആർ മാർക്കർ ഹിയർ, അവർ ആ സമയത്ത് പറഞ്ഞിട്ടുള്ള അവരെന്തെങ്കിലും മുൻപ് രോഗങ്ങൾ ഉണ്ടായിരുന്നോ അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഹിസ്റ്ററിയും അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ആ ഒരു പ്രോഗ്രസ് നോട്ടിന്റെ ആ ഒരു ആദ്യത്തെ അഡ്മിഷൻ നോട്ടിൽ ഉൾപ്പെടുന്നു. അതിനുശേഷം പ്രോഗ്രസ് നോട്ടില് നമ്മൾ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഉൾപ്പെടുത്തും, പേഷ്യൻസിന്റെ റെസ്പോൺസ്, ഓരോ ട്രീറ്റ്മെന്റുകളും പ്രൊസീജിയറും കൊടുക്കുമ്പോൾ പേഷ്യൻസിന്റെ പ്രതികരണം. ചില ആളുകൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം, ചില ആളുകൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് തോന്നിയേക്കാം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നു. അതിനുശേഷം ആ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് സുഖമായി അവർ ആ ഒരു ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ എഴുതുന്നതാണ് ഫൈനൽ നോട്ട്. ആ ഫൈനൽ നോട്ടിൽ വരുമ്പോൾ അവർക്ക് ഇത്രയും നാൾ അവരുടെ ആ ഒരു അവരുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ മാറ്റി
ആ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് അവർ ചിലപ്പോൾ നല്ല ബെറ്റർ ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് അവരുടെ കണ്ടീഷൻ എന്താണ്, അവർക്ക് ആ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അവർ ഓക്കെ അല്ലേ, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇത്രയധികം പ്രോഗ്രസ് ഉണ്ടായി ആ അഡ്മിഷന്റെ സമയത്ത് മുതൽ ഫൈനൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയം വരെ അവരുടെ കണ്ടീഷനിൽ ഇത്രയധികം വ്യത്യാസം ഉണ്ടായി, നിലവിൽ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ അവരുടെ അവസ്ഥ ഇങ്ങനെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് രേഖപ്പെടുന്നതാണ് പ്രോഗ്രസ് നോട്ട്. അപ്പൊ നമുക്ക് അവർ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ പ്രൊസീജിയർ കൊടുത്തു, അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ ഡിസ്ചാർജ് സമയം വരെയും അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ ഒരു ഫിസിഷ്യന്റെ ആ ഒരു നോട്ട്സ് തയ്യാറാക്കുന്നതിലൂടെ മനസ്സിലാകും. ക്ലിയർ ആണോ? പ്രോഗ്രസ് നോട്ട് മനസ്സിലായോ? ഓക്കെ, അടുത്തത് പാത്തോളജി റിപ്പോർട്ട്. പാത്തോളജി റിപ്പോർട്ട് അറിയാലോ അല്ലെ? മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ടിഷ്യൂസ് expelled, removed from patient during the time of surgery or a specialized procedure biopsy to separate tissue for pathological analysis. നമുക്കറിയാം എന്തെങ്കിലും രോഗനിർണയമായി നമുക്ക് ബയോപ്സി ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ബയോപ്സി പ്രൊസീജിയർ ഒക്കെ അറിയാലോ. നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ടിഷ്യൂസ് നമ്മൾ അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ സർജറി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബയോപ്സി പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പല ടിഷ്യൂസും അവരുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് പരിശോധനകൾക്ക് വിധേയമാക്കാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അനാലിസിസ് ചെയ്തു വരുന്ന റിപ്പോർട്ടുകളും ഈ ഒരു ക്ലിനിക്കൽ ഡേറ്റയുടെ ഭാഗമാക്കി വെക്കാറുണ്ട്. അപ്പൊ ഒരു ബയോപ്സിയോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ റിപ്പോർട്ടുകൾക്ക് വേണ്ടിയിട്ട്, ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ആ ഒരു ടിഷ്യൂന്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അനാലിസിസ് വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട, അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഈ ഒരു റിപ്പോർട്ട് ഉണ്ടാവണം എന്നില്ല കേട്ടോ. അത് ചെയ്യുന്ന ആളുകളും അങ്ങനെ ആളുകൾക്ക് അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും ഇതിന്റെ ഭാഗമാക്കി വെക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ പാത്തോളജി റിപ്പോർട്ടുകളിൽ ബയോപ്സി ചിലപ്പോൾ നമ്മൾ സർജറി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചിലർക്ക് എടുക്കാറില്ലേ, സർജറി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ടിഷ്യൂസ് ടെസ്റ്റിന് വേണ്ടി അയക്കാൻ നമുക്ക് തരാറുണ്ട് ഇല്ലേ? തരാറില്ലേ? ഇപ്പൊ എന്തെങ്കിലും സിസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇത് ഇന്നതാണോ എന്നൊന്ന് നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി തന്നു വിടാറുണ്ട് ഇല്ലേ? അല്ല എങ്കിൽ നമുക്ക് പർട്ടിക്കുലർ ആയിട്ടൊരു ബയോപ്സി പ്രൊസീജിയർ പോലെ തന്നെ ചെയ്ത് നമുക്കതിൽ അവരുടെ ടിഷ്യൂ ബോഡിയിൽ നിന്ന് എടുക്കാനും അത് മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് പരിശോധനകൾക്ക് വേണ്ടി വിധേയമാക്കുകയും അതിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഇതിന്റെ ഭാഗമാക്കി വെക്കാറുണ്ട് കേട്ടോ. അടുത്തതാണ് റേഡിയോളജി റിപ്പോർട്ടുകൾ. റേഡിയോളജി റിപ്പോർട്ട് അറിയാലോ, എക്സ്റേ, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് അൾട്രാസൗണ്ട്, നമ്മുടെ സ്കാനിങ്, റേഡിയോ ആക്റ്റീവ് സ്കാനിങ്ങുകളാവാം, തെർമോഗ്രഫി, സെറോഗ്രഫി, അൾട്രാസോണോഗ്രഫി, ഇങ്ങനെയുള്ളവയുടെയൊക്കെ റിപ്പോർട്ടുകൾ. അതൊക്കെ എല്ലാവർക്കും വരില്ല കേട്ടോ. അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇതിനോടൊപ്പം വെക്കണം. അപ്പോ റേഡിയോളജി റിപ്പോർട്ടുകളിൽ എക്സ്റേ ഉണ്ട്, അൾട്രാസൗണ്ട് ഉണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ. റേഡിയോ ആക്റ്റീവ് സ്കാനിങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ തെർമോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്രാറെഡ് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ് തന്നെയാണ്. പക്ഷെ അവിടെ തെർമൽ ക്യാമറയാണ് ഇത് ക്യാപ്ചർ ചെയ്തെടുക്കുന്നത്. ഇമേജുകൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ ഇമേജുകൾ ക്യാപ്ചർ ചെയ്യുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് തെർമൽ ക്യാമറാസ് ആയിരിക്കും ക്യാപ്ചർ ചെയ്തെടുക്കുക. അതാണ് തെർമോഗ്രഫി എന്ന് പറയുന്നത്. ഇനി സെറോഗ്രഫി എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്, പല എല്ലാ മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്കുകൾ തന്നെയാണ്. പല ടെക്നിക്കൽ പേരുകൾ അറിയപ്പെടുന്നു. അതിൽ ഉപയോഗിക്കുന്ന ചിലപ്പോ അവര് ഉപയോഗിക്കുന്ന റേസിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അങ്ങനെയൊക്കെ പേരുകൾ വ്യത്യാസം വന്നായിരിക്കും കേട്ടോ. സെറോഗ്രഫി എന്ന് പറഞ്ഞാല് ഇവിടെ ഈ ഒരു ഇമേജിംഗ് ടെക്നോളജി യൂസസ് പ്രോസസ്, അതായത് സിമിലർ ടു ഫോട്ടോ കോപ്പി. നമ്മൾ ഫോട്ടോ കോപ്പി എടുക്കുന്നത് സെറോക്സ്കോപ്പി എന്ന് പറയാറില്ലേ? പറയാറില്ലേ? പറയാറുണ്ടോ? ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഫോട്ടോ കോപ്പി എടുക്കുന്നത് പോലെ തന്നെ ഒരു എക്സ്റേ ഇമേജുകള് നമ്മൾ ഒരു ഫിലിമിന് പകരം ഒരു പേപ്പറിൽ എടുക്കുന്നതിനെയാണ് സെറോഗ്രഫി എന്ന് പറയുന്നത്. ഒരു ഫിലിമിലല്ല, എക്സ്റേയിൽ നമ്മൾ ഒരു ഫിലിമിലല്ലേ എടുക്കുന്ന ആ ഒരു ഇമേജ്, അതിന് പകരം ഒരു പേപ്പറിൽ ഒരു ഫോട്ടോ കോപ്പി എടുക്കുന്നത് പോലെ ഒരു പേപ്പറിൽ എടുക്കുന്ന ആ ഒരു ഇമേജ് എന്താണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്കിനെയാണ് സെറോഗ്രഫി എന്ന് പറയുന്നത്. തെർമോഗ്രഫി ആണെങ്കിൽ തെർമൽ ക്യാമറ എന്ത് ചെയ്യുന്നു, ഇമേജുകള് ക്രിയേറ്റ് ചെയ്യും, അത് ക്യാപ്ചർ ചെയ്തെടുക്കുകയും ചെയ്യുന്നു. ഒരു ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആയിരിക്കും ഇതിൽ ഉപയോഗിക്കുക. ഓക്കെ, പല പല ടൈപ്പ് ഓഫ് ഇമേജിംഗ് ടെക്നോളജീസ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും ടെക്നോളജീസോ കാര്യങ്ങളോ ആ പേഷ്യന്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളോ അവരുടെ ക്ലിനിക്കൽ ഡേറ്റയുടെ ഭാഗമാക്കി വെക്കണം. മനസ്സിലായോ?
റേഡിയോളജി റിപ്പോർട്ടുകൾ വരെയും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.